ഫാഷൻ അല്ലടി, ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയാ. അച്ഛന്റെ മുമ്പിൽ പോയി തൂയിലാണ്ട് നിന്ന് കാണിച്ചോറി, അച്ഛൻ കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? സോഷ്യൽ മീഡിയ തുറന്നാൽ മൊത്തം ഷെഫീന ബീവിയും ദയാ സുജിത്തും മാത്രമേ ഉള്ളൂ. ഏലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുമായിരുന്നു ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കണം വേണ്ടി എന്നൊക്കെ ഓർത്ത്. പിന്നെ ഓർത്തു ഒരു പെങ്കൊച്ചിനെതിരെ വളരെ മോശമായി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ ഇനി ഒരിക്കലും ഒരു വ്ളോഗറും, പ്രത്യേകിച്ച് ഷെഫീന ബീവി തന്നെ, ഒരു സ്ത്രീക്ക് എതിരെ ഇതുപോലെ ഇത്ര വൃത്തികെട്ട രീതിയിൽ പ്രതികരിക്കരുത് എന്നോർത്താണ് പിന്നെ റിയാക്ട് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചത്. ഷെഫീന ബീവി ആ പെൺകൊച്ചിനെതിരെ ഒത്തിരി ചീത്തയൊക്കെ പറഞ്ഞിട്ടിട്ട് പിന്നെ അതിന് ബദലായിട്ട് ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇട്ടതെന്നാണ് പറയണത്. സ്വന്തം മകളാണ്, ഇതൊരു സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടമുള്ള വേഷം ധരിച്ച് ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മകളെ സോഷ്യൽ മീഡിയയിൽ ചെന്ന് ഇതുപോലെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യൂ ഷെഫീന ബീവി. അത്രയ്ക്ക് സ്നേഹമാണ്. സ്വന്തം മോളൊക്കെ പോലെ കരുതിയെങ്കിൽ ഈ സ്ത്രീക്ക് ആ കൊച്ചിനെ ഒരു പേഴ്സണലായിട്ട് ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞാൽ പോരെ. പക്ഷേ അത് ആ കൊച്ച് സ്വന്തം അക്കൗണ്ടിലിട്ട ഒരു ഫോട്ടോയാണെന്നാണ്, ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ട്, ജോലിയുടെ ഭാഗമായി ഇവർ പോയി തള്ളിക്കേറി സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ചൂണ്ടിയെടുത്ത് മോഷ്ടിച്ചതാണെന്ന് തന്നെ പറയാം. ആ കൊച്ചിൻ്റെ ഫോട്ടോസ് എല്ലാം എടുത്ത് അങ്ങനെ ഇവർ റിയാക്ഷൻ എന്നുള്ള പേരിൽ ഇട്ടു എന്നാണ് ഒരു യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ കണ്ടത്. ഞാനിപ്പോഴും ഓർക്കുന്നത്, തനി എന്നൊരു സ്ത്രീയുടെ 8 വയസ്സുള്ളൊരു പെൺകുട്ടിയെ അച്ഛനമ്മ വേർപിരിഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് ആ കുട്ടിയെക്കുറിച്ച് അച്ഛനുമായി ചേർത്ത് ഈ സ്ത്രീ എന്തെല്ലാം വളരെ ഒരിക്കലും ഒരു പെണ്ണെ ചിന്തിക്കാൻ പോലും കഴിയില്ലാത്ത രീതിയിലാണ് ആ സ്ത്രീ മോശമായി ചിത്രീകരിച്ച് ഒരു പോസ്റ്റ് ഇട്ടത് സോഷ്യൽ മീഡിയയിൽ. ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ വസ്ത്രസ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ആ കുട്ടി വസ്ത്രം ധരിച്ചിട്ടുണ്ട് പേരിനെങ്കിലും. ആ വേഷം കാര്യം എനിക്കും ഇഷ്ടപ്പെട്ടില്ല. കൊച്ചി നഗ്നയായിട്ടൊന്നുമല്ല നിന്ന് നിയമപരമായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. വിദേശത്ത് എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിൽ അവർ വേഷം കൂടുതലും ധരിക്കുന്ന കാലാവസ്ഥയുടെ പ്രത്യേകതയാണെന്ന് പറയണത്. പിന്നെ അവരുടെ സ്കിന്നിൻ്റെ പ്രത്യേകതയാണ്, അവർക്ക് ചൂട് കൂടുതലോ അങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്നാണ് പറയണത്. അപ്പോൾ അവരൊക്കെ ആ വേഷം ധരിക്കുന്ന വെറും ലൈംഗികമായ രീതിയിൽ എന്നാണോ ഷെഫീന ബീവി ഉദ്ദേശിക്കുന്നത്? പിന്നെ ഷെഫീന ബീവി ആഹ്വാനം ചെയ്യണം ആ കുട്ടിയുടെ ആ വേഷം ധരിച്ച് ബസ്സിൽ പോയി നിൽക്കുക, എല്ലാ ആണുങ്ങളും ഒന്ന് തടയട്ടെ എന്നൊക്കെ. അതിലൂടെ ഷെഫീന ബീവി പുരുഷത്വത്തെയാണ് അപമാനിച്ചിരിക്കുന്നത്. ആണുങ്ങളെ തടവുകാരായിട്ട് അധിക്ഷേപിക്കുകയാണ്. കേൾക്കുമ്പോൾ ആമ്പിള്ളേരുള്ള അമ്മമാർക്കും സഹിക്കൂ. ഷെഫീന ബീവി അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് എറിഞ്ഞു കൊടുക്കുവാണ് ആ കൊച്ചിനെ. ഇത്തരത്തിൽ വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കുന്ന ഷെഫീന ബീവിക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ വേണം. എല്ലാ ആണുങ്ങൾക്കും ഇപ്പോൾ ആ കൊച്ചിനെ കണ്ടാൽ അങ്ങനെ തോന്നണമെന്നില്ല. ആ ചിലപ്പോൾ ഒട്ടും നുള്ളിയില്ലാന്ന് പോലും തോന്നണമെന്നില്ല. ആണുങ്ങൾക്കെല്ലാം ഇത് തന്നെയാണ് വിചാരമെന്നാണോ പുള്ളിക്കാരി വിചാരിച്ചിരിക്കുന്നത്? സമൂഹം നന്നാക്കാനൊക്കെയാണെന്നൊക്കെയാണ് ഇവർ പറയണത്. സമൂഹം നന്നാക്കാനാണെങ്കിൽ ഈ കൊച്ചു ദയ മാത്രമല്ല, ഇതിലും കഷ്ടമായിട്ട് എത്രയോ സ്ത്രീകൾ അങ്ങനെ വിവാഹം കഴിഞ്ഞവർ കാണിച്ചു കൂട്ടുന്നു. അതിനെതിരെ എല്ലാം ഷെഫീന ബീവി പ്രതികരിക്കണമായിരുന്നു. ദയനെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ഗൂഢലക്ഷ്യം ഉണ്ടാകുമായിരിക്കും എന്ന് വിചാരിക്കാതെ നിവൃത്തിയില്ല. സത്യത്തിൽ ഷെഫീന ബീവി എന്താണ് അവരുടെ ആ വാക്കുകളിൽ നിന്ന് അവർ ആഹ്വാനം ചെയ്യുകയാണ്, ചെറുപ്പക്കാരെ വ്യഭിചാരത്തിലേക്ക് നയിക്കുകയാണ്. ആ കുട്ടിയെ പോയി ഇങ്ങനെ തടക് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഈ സ്ത്രീ ഇത്തരത്തിലൊക്കെ പറഞ്ഞിട്ട് ഈ ആ ദയ എന്ന കുട്ടി വല്ല ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നെങ്കിലോ എന്താകുമായിരുന്നു അവസ്ഥ? ആ കൊച്ച് ഈ ഷെഫീന ബീവിയുടെ വീഡിയോക്കെതിരായിട്ട് കൊച്ച് ഇട്ടിട്ടുണ്ട്, പറഞ്ഞിട്ട് ആ കൊച്ച് വളരെ വിഷമത്തിലാണ് പറയുന്നത്. നമ്മളതൊന്ന് ശ്രദ്ധിക്കേണ്ട, പലരും അങ്ങനെ പല രീതിയിൽ പറയും. ഈ ഷെഫീന ബീവിക്ക് ഈ പെൺകുട്ടികളെ കാണുമ്പോൾ എന്തോ പ്രത്യേക അലർജി പോലെയാണെന്ന് തോന്നുന്നു. അതുപോലെ ആ പെൺകുട്ടി അച്ഛനും അമ്മയൊക്കെ ചേർത്ത് വളരെ മോശമായ രീതിയിലാണ് ഷെഫീന ബീവി സംസാരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഷെഫീന ബീവിയുടെ അച്ഛനും അമ്മനെയൊക്കെ ചേർത്ത് അതുപോലെ മോശമായ രീതിയിൽ സംസാരിച്ചാൽ ഇതായിരിക്കുമോ ഷെഫീന ബീവിയുടെ പ്രതികരണം? ഷെഫീന ബീവിക്ക് ആൺപിള്ളേരാണ്, അതുകൊണ്ട് അവരുടെ മക്കളെ നന്നായിട്ട് വളർത്താൻ ശ്രമിക്കുക. പെൺകുട്ടികളോട് എങ്ങനെ ബഹുമാനിക്കാം, അവരോട് എങ്ങനെ പെരുമാറാമെന്നുള്ളതൊക്കെ അവർ അമ്മ പെണ്ണായതുകൊണ്ട് ആ രീതിയിൽ പഠിപ്പിക്കാൻ നോക്കുക. ആ കുട്ടി 2023 ഇറ്റലിയിലാണ് ആ കുട്ടി പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ മോഡലിങ്ങുമായി ബന്ധപ്പെട്ട് ഫാഷൻ ഡിസൈനൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെടുത്ത ഒരു ഫോട്ടോയാണ് അത്. വിദേശത്തുള്ളവർക്ക് അതത്ര മോശപ്പെട്ട വേഷമോ മോശപ്പെട്ട രീതിയിൽ അവരത് കാണൂല. പിന്നെ ആ പെൺകുട്ടി ആ വേഷമിട്ട ഫോട്ടോ മറ്റുള്ളവരുടെ മുമ്പിലല്ല എടുത്തേക്കുന്നത്, തികച്ചും സ്വകാര്യമായ ഒരിടത്താണ്. ദിയാസന എന്ന ഈയിടെ ശ്രദ്ധ നേടിയ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർ ഷെഫീന ബീവിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്.
ഞാൻ ഈ ഷെഫീന ബീവിനെ പറ്റിയിട്ട് പറയേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ന് ഇവിടെ വന്നിരുന്ന് മറ്റേ കവലപ്രസംഗം നടത്തുന്നുണ്ടല്ലോ, അവള് വലിയ കുലയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന്. എന്റെ പൊന്നു മകളെ, 2019 സമയത്ത് ഇവളുടെ ന്യൂഡിറ്റി ഉൾപ്പെടെയുള്ള സാധനങ്ങള് ഇവള് പല ആളുകൾക്കും അയച്ചു കൊടുത്തത് ഒരുപാട് ഇടങ്ങളിൽ പബ്ലിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവൾ ഇതിന്റെ പേരിൽ ഇനി എന്ത് കാര്യങ്ങൾ എനിക്കെതിരെ സംസാരിച്ചാലും ഞങ്ങളൊക്കെ കണ്ടതാണ്. ഇവളുടെ ന്യൂഡിറ്റി അത് ഇവള് വിറ്റ് കാശാക്കിക്കൊണ്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ. എങ്ങനെ ആണ് ഈ സ്ത്രീക്ക് ഒരു ബോൾഡ് മോഡലിംഗ് പിക്ചർ കണ്ടിട്ട് ഇത്രമാത്രം സ്ലഷ് ഷെയ്മിങ്ങും ബോഡി ഷെയ്മിങ്ങും അതുപോലെ വേശ്യ എന്നുള്ള പ്രയോഗം നടത്താൻ സാധിക്കുന്നത്? ആദ്യം അവള് പോയിട്ട് അവള് ചെയ്ത വൃത്തികേടിനെ മറയ്ക്കാനും അവളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും വേണ്ടിയിട്ടാണ് കേരളത്തിൽ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് എന്താ പറയാ കുറച്ചെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടിംഗ് ഒക്കെ ഉള്ള ആളുകളെ നോക്കി ഈ സ്ത്രീ അറ്റാക്ക് ചെയ്യുന്നത്. പൊതുവെ ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഇതിൽ നിന്ന് സീരിയസ്ലി പറയട്ടെ വലിയ തോതിലുള്ള ഒരു ഓർഗാസം സംഭവിക്കുന്നുണ്ട്. ഒരേ ഇരിപ്പിരിക്കും. 3 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 3 പേരെയും കൊന്നിട്ട് വിധവാ പെൻഷൻ വാങ്ങിക്കുന്ന ഒരുത്തിയാണ് അവള്. ഒന്ന്. രണ്ടാമത്തത് ദുബായില് പിമ്പായിരുന്നു, വലിയൊരു പിമ്പായിരുന്നു. ആ പിമ്പിനെ അവിടെ നിന്ന് ബാൻ ചെയ്താണ് വിട്ടിരിക്കുന്നത്. ദുബൈയിൽ ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരുടെ മൂത്ത മകനാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്. പല ആളുകളുടെയും യൂട്യൂബ് ചാനലുകളിലും മറ്റൊക്കെ ഇവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പല ഇടങ്ങളിലുണ്ട്. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്റെ PM-ൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാം. ആ കൊച്ച് ആ ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോ ഇട്ടുന്നേ ഉള്ളൂ. വിമർശിക്കുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ആ വിമർശനത്തിന് ഒരു മര്യാദ വേണ്ടേ? മോശമായ രീതിയിൽ പറയുമ്പോൾ ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അത് മനസ്സിന് വളരെ മുറിവേൽപ്പിക്കുന്ന സംഗതി തന്നെയാണ്. ഷഫീന ബീവി ചോദിക്കുന്ന മഞ്ചപ്പിള്ള ആ കൊച്ചിനെ കയറൂരി വിട്ടേക്കുവാണെന്നാണ്. അത് തന്നെ മറ്റുള്ളവർക്കും ചോദിക്കാനുള്ളൂ. നാക്കിന് എല്ലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഊരിപ്പോയോ നാക്ക്? സോഷ്യൽ മീഡിയയിൽ വന്ന് തോന്നിയാസം മൊത്തം വിളിച്ചു പറയുകയാണ്. ഷെഫീന ബീവി മറ്റുള്ള യൂട്യൂബേഴ്സിന് നാണക്കേട് ഉണ്ടാക്കുവാണ്. നല്ല വീഡിയോസ് ഇട്ട് ജീവിക്കുന്ന യൂട്യൂബേഴ്സിന്, പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക്.